പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ ഫാദർ മന്ത്ര TH ടെമ്പിൾ ടു ഹോം മെഡിറ്റേഷനിലേക്ക് എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് യേശു പഠിപ്പിച്ച ധ്യാനത്തിന്റെ ആദ്യപടി മനസ്സിന്റെ ആഭ്യന്തര ഘടനയിൽ രണ്ടാം തലമായ ഇമോഷണൽ ബ്രെയിൻ, അതായത് വികാരങ്ങളുടെ മുറി എങ്ങനെ നമ്മുടെ പ്രാർത്ഥനയെ സ്വാധീനിക്കുന്നു എന്നതാണ്. ചില സ്നേഹിതർ എന്നോട് പറയാറുണ്ട്, അച്ഛാ, നിങ്ങൾ ഭാഗ്യവാനാണ്, നിങ്ങൾക്ക് വേറെ പ്രത്യേക തിരക്കുകളൊന്നുമില്ല, അതുകൊണ്ട് ധ്യാനിക്കാൻ ഇഷ്ടംപോലെ സമയം കിട്ടും. എന്നാൽ ഞങ്ങൾക്ക് നിൽക്കാനോ തിരിയാനോ പോലും സമയമില്ല. മെഡിറ്റേഷൻ ചാപ്പൽ അടുത്തുണ്ടെങ്കിലും അവിടെ പോകാൻ പോലും കഴിയുന്നില്ല. മറ്റു ചിലർ ഇങ്ങനെ പറയും, എൻ്റെ ജോലി, എൻ്റെ വീട്, എൻ്റെ കുട്ടികൾ, ഈ തിരക്കിൽ എങ്ങനെ പ്രാർത്ഥിക്കും? അതുകൊണ്ട് അച്ഛാ, നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചാൽ മതി. സ്നേഹമുള്ളവരെ, ഇത് വെറും വ്യക്തിപരമായ പരാതിയല്ല. ഇത് ആധുനിക മനുഷ്യന്റെ അവൻ തന്നെ തിരിച്ചറിയാത്ത ഒരു മാനസിക ആത്മീയ പ്രതിസന്ധിയാണ്. ജീവിതം പ്രവർത്തനങ്ങളാൽ നിറഞ്ഞിരിക്കുന്നു, പക്ഷേ നിശബ്ദതയ്ക്ക് ഇടമില്ല. പ്രാർത്ഥന ജീവിതത്തിന്റെ സ്വാഭാവിക ഭാഗമെന്നതിലുപരി ഒരു പ്രത്യേക സമയം, പ്രത്യേക സ്ഥലം ആവശ്യമായ ഒരു അധിക പ്രവൃത്തി പോലെ തോന്നുന്നു. എന്നാൽ ഒരു ശ്രദ്ധേയമായ മാറ്റം പ്രതിസന്ധികളുടെ സമയത്ത് കാണാം. ഒരു രോഗം, നഷ്ടം, ഭയം, അനിശ്ചിതത്വം ഇവ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ മനുഷ്യന്റെ പ്രാർത്ഥന പ്രവണത സ്വാഭാവികമായി വർദ്ധിക്കുന്നു. ഉദാഹരണത്തിന്, ഒരു കുഞ്ഞാശുപത്രിയിൽ കിടക്കുമ്പോൾ അമ്മയുടെ പ്രാർത്ഥന ആഴത്തിലാകും. വിള നശിച്ചാൽ കർഷകൻ ആകാശത്തേക്ക് നോക്കുന്നു. ജോലി നഷ്ടപ്പെട്ടവൻ ഇങ്ങനെ പ്രാർത്ഥിക്കും, ദൈവമേ, ഇനി ഞാൻ എന്ത് ചെയ്യും? ജീവിതം സുഖമായിരിക്കുമ്പോൾ പ്രാർത്ഥന കുറയും. ജീവിതം കലുഷിതമാകുമ്പോൾ പ്രാർത്ഥന ഉണരും. ഇവിടെ ഒരു അടിസ്ഥാന ചോദ്യം ഉയരുന്നു. പ്രതിസന്ധിയുടെയും ഭയത്തിന്റെയും സമയങ്ങളിൽ മനുഷ്യൻ സ്വാഭാവികമായി ദൈവത്തെ തേടുന്നത് വെറും മതപരമായ ശീലത്തിന്റെ ഫലമാണോ, അല്ലെങ്കിൽ മനുഷ്യന്റെ അന്തർഘടനയിൽ നിഷിദ്ധമായ ഒരു വികാര മാനസിക പ്രതികരണമാണോ? ഈ ചോദ്യത്തിന് ശാസ്ത്രീയമായും ആത്മീയവുമായ ഒരു സമഗ്ര മറുപടി കണ്ടെത്താൻ പ്രാർത്ഥനയുടെ വേരുകൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിന് മനുഷ്യന്റെ വികാരഘടനയും മസ്തിഷ്കത്തിന്റെ പ്രവർത്തന ക്രമവും പരിശോധിക്കേണ്ടതുണ്ട്. മനുഷ്യൻ ആദ്യം ചിന്തിക്കുന്ന ജീവിയല്ല, ആദ്യം അനുഭവിക്കുന്ന ജീവിയാണ്. ന്യൂറോ സയൻസ് പറയുന്നത് വികാരങ്ങളെ നിയന്ത്രിക്കുന്ന ലിംബിക് സിസ്റ്റം, ചിന്തയും വിവേചനവും നിയന്ത്രിക്കുന്ന പ്രീഫ്രോണ്ടൽ കോർട്ടക്സിനേക്കാൾ വേഗത്തിൽ പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് മനുഷ്യന്റെ ആദ്യ പ്രതികരണം ചിന്താപരമല്ല, വികാരപരമാണ്. ഒരു കുഞ്ഞ് ആദ്യം വാക്കുകൾ കൊണ്ട് സംസാരിക്കുന്നില്ല. കരച്ചിലും ചിരിയും പിടിച്ചു നിൽക്കലും വികാര പ്രതികരണങ്ങളാണ്. മനുഷ്യബന്ധങ്ങളും ഇതുപോലെ തന്നെയാണ്. വീടിന്റെ അന്തരീക്ഷം വാക്കുകൾ കൊണ്ടല്ല, വികാരങ്ങൾ കൊണ്ടാണ് അനുഭവപ്പെടുന്നത്. ഇത് ആത്മീയ ജീവിതത്തിലും ബാധകമാണ്. മനുഷ്യൻ ദൈവത്തെ ആദ്യം തത്വചിന്തയിലൂടെയല്ല, ഒരു അനുഭവത്തിലൂടെയാണ് കണ്ടെത്തുന്നത്. പ്രതിസന്ധി കാലങ്ങളിൽ മനുഷ്യന്റെ ഉള്ളിൽ സുരക്ഷയും അർത്ഥവും തേടുന്ന ആന്തരിക പ്രവണത ശക്തമാകും. മനഃശാസ്ത്രം ഇതിനെ എക്സിസ്റ്റൻഷ്യൽ സെർച്ച് എന്ന് വിളിക്കുന്നു. അപ്പോൾ മനുഷ്യൻ ഒരു ഉയർന്ന സാന്നിധ്യത്തെ തേടുന്നു. അതാണ് പ്രാർത്ഥനയുടെ തുടക്കം. അതായത് പ്രാർത്ഥന ആദ്യം ഒരു തത്വശാസ്ത്ര പ്രവൃത്തിയല്ല, ഒരു വികാര അനുഭവ പ്രതികരണമാണ്. മനുഷ്യൻ ആദ്യം അനുഭവിക്കുന്നു, പിന്നീട് ചിന്തിക്കുന്നു. അതുകൊണ്ട്
വികാരം മനുഷ്യന്റെ ആദ്യ ഭാഷ. പ്രാർത്ഥന ആ വികാരത്തിൽ തുടങ്ങുന്ന അർത്ഥവും ബന്ധവും തേടുന്ന യാത്ര. അപ്പോൾ മറ്റൊരു ചോദ്യം, നമ്മുടെ ആവശ്യ സമയത്ത് മാത്രം ദൈവത്തെ തേടുന്നത് ദൗർബല്യമാണോ? ചില മെഡിക്കൽ വിദ്യാർത്ഥികൾ തമാശയായിട്ട് എന്നോട് ചോദിച്ചു, ദൈവം ഒരു സങ്കല്പം മാത്രമല്ലേ? പക്ഷേ പരീക്ഷ അടുത്തപ്പോൾ അവർ എന്നോട് ചോദിച്ചു, അച്ഛാ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. ഇവിടെ ഒരു പ്രധാന ചോദ്യം ഉയരുന്നു, ആവശ്യ സമയത്ത് ദൈവത്തെ വിളിക്കുന്നത് ദൗർബല്യമാണോ? ന്യൂറോ സയൻസ് പറയുന്നത് ഇങ്ങനെയാണ്: ഭയവും വികാരവും നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗങ്ങൾ വളരെ വേഗത്തിൽ പ്രവർത്തിക്കുന്നു. അപകട സാഹചര്യങ്ങളിൽ മനുഷ്യൻ ആദ്യം ചിന്തിക്കുന്നില്ല, പ്രതികരിക്കുന്നു. ആദ്യം ഭയം, പിന്നെ വിശകലനം. ആദ്യം വേദന, പിന്നെ അർത്ഥന്വേഷണം. ഇത് തെറ്റല്ല. ഇത് മനുഷ്യന്റെ സർവൈവൽ മെക്കാനിസമാണ്. വികാരങ്ങൾ മനുഷ്യന് പ്രധാനമായി രണ്ട് കാര്യങ്ങൾ പ്രേരിപ്പിക്കുന്നു: ജാഗ്രത, രണ്ടാമത് സഹായം തേടൽ. കുഞ്ഞ് ഭയപ്പെട്ടാൽ അമ്മയെ വിളിക്കുന്നു. ഒരു വലിയ മനുഷ്യൻ ഭയപ്പെട്ടാൽ സുരക്ഷയും അർത്ഥവും തേടുന്നു. സൈക്കോളജിയിൽ ഇതിനെ അറ്റാച്ച്മെന്റ് റെസ്പോൺസ് അണ്ടർ സ്ട്രെസ് എന്ന് വിളിക്കുന്നു. അതുകൊണ്ട് ആപത്തിൽ ദൈവത്തെ വിളിക്കുന്നത് ദൗർബല്യമല്ല, മനുഷ്യന്റെ ഇമോഷണൽ സർവൈവൽ ഡിസൈൻ്റെ സ്വാഭാവിക ഭാഗമാണ്. ഭയത്തിൽ സുരക്ഷ തേടൽ സ്വാഭാവികം, വേദനയിൽ അർത്ഥം തേടൽ സ്വാഭാവികം, അനിശ്ചിതത്വത്തിൽ പ്രാർത്ഥന സ്വാഭാവികം. പ്രാർത്ഥന ദൗർബല്യത്തിന്റെ അടയാളമല്ല, മനുഷ്യൻ അനുഭവിക്കുന്ന ജീവിയാണെന്നതിന് ഒരു തെളിവാണ്. സ്നേഹമുള്ളവരെ, മനുഷ്യന് തൻ്റെ എല്ലാ വികാരങ്ങളും എല്ലാവരുടെയും മുമ്പിൽ തുറന്നു പറയാൻ സാധിക്കത്തില്ല. ജീവിതത്തിൽ പലപ്പോഴും നാം ഒരു മാസ്ക് ധരിക്കുന്നു, ബലമുള്ളവനായി കാണിക്കാൻ, എല്ലാം നിയന്ത്രണത്തിലാണെന്ന് തോന്നിക്കാൻ. പക്ഷേ ആ മാസ്കിന്റെ പിന്നിൽ ഭയവും ക്ഷീണവും ആശങ്കയും ഒളിഞ്ഞിരിക്കുന്നു. ഉള്ളിൽ ആശങ്കയുണ്ടെങ്കിലും ഒരു അച്ഛൻ തൻ്റെ മക്കളുടെ മുമ്പിൽ ബലമായി നിൽക്കും. ഉള്ളിൽ ക്ഷീണമുണ്ടെങ്കിലും ഒരമ്മ കരുത്തായി നിൽക്കും. ഉള്ളിൽ ഭയമുണ്ടെങ്കിലും ഒരു വിദ്യാർത്ഥി ആത്മവിശ്വാസത്തോടെ നടക്കും. അതുകൊണ്ട് മനുഷ്യ ഒരു സേഫ് ഇമോഷണൽ സ്പേസ് ആവശ്യമാണ്. എന്താണത്? വിധിയില്ലാത്ത സ്ഥലം, വിമർശനമില്ലാത്ത സാന്നിധ്യം, ഭയമില്ലാതെ തുറന്നു പറയാൻ കഴിയുന്ന ഇടം. ഉദാഹരണത്തിന്, ഒരു കുഞ്ഞ് ഭയപ്പെടുമ്പോൾ അതെന്റെ അമ്മയെ ചേർത്ത് പിടിക്കും. അമ്മ പ്രശ്നം ഉടൻ പരിഹരിക്കണമെന്നില്ല, പക്ഷേ കുഞ്ഞിനെ ചേർത്തു പിടിക്കും. ആ ചേർത്തുപിടിത്തം കുഞ്ഞിന്റെ നെർവസ് സിസ്റ്റമിനെ ശാന്തമാക്കും. മനഃശാസ്ത്രത്തിൽ ഇതിനെ ഇമോഷണൽ കണ്ടെയ്ൻമെന്റ് എന്ന് വിളിക്കുന്നു. വികാരങ്ങളെ സുരക്ഷിതമായി ഉൾക്കൊള്ളുന്ന ഒരു സാന്നിധ്യ ധ്യാന അനുഭവം. നാം ഇനി കുഞ്ഞുങ്ങളല്ലെങ്കിലും വളർന്നവർക്കും അതേ ആവശ്യം തുടരുന്നു. എല്ലാവർക്കും തുറന്നു പറയാൻ ഒരാൾ ലഭിക്കണമെന്നില്ല. അവിടെയാണ് ആത്മീയതയുടെ പങ്ക് ആരംഭിക്കുന്നത്. ഇവിടെ ദൈവം പ്രോബ്ലം സോൾവിംഗ് സെന്റർ മാത്രമല്ല, ഒരു ഇമോഷണൽ സേഫ് സ്പേസ് കൂടിയാണ്. അതായത് ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ മാസ്ക് ആവശ്യമില്ല, നാടകമില്ല. ഭയം, വേദന, കോപം, ആശങ്ക എല്ലാം തുറന്നു പറയാൻ കഴിയുന്ന ഒരു സുരക്ഷിത സാന്നിധ്യമാണ് അവിടെ അനുഭവപ്പെടുന്നത്. ഈ പശ്ചാത്തലത്തിൽ പ്രാർത്ഥനയെ ഒരു മതാചാരമായി മാത്രം കാണാൻ കഴിയില്ല. അത് മനുഷ്യന്റെ ഇമോഷണൽ റെഗുലേഷനിലുള്ള ഒരു ആഴത്തിലുള്ള മാർഗമാണ്. വികാരങ്ങൾ അസംഘടിതമാകുമ്പോൾ, അതായത് ഉള്ളിൽ ഒരു ഭാരം അനുഭവപ്പെടുന്നു, അശാന്തി ഉയരുന്നു, പക്ഷേ അതിന്റെ കാരണം വ്യക്തമായി തിരിച്ചറിയാൻ കഴിയുന്നില്ല. ഇത്തരുണത്തിൽ പ്രാർത്ഥന അവയെ വാക്കുകളാക്കി അർത്ഥത്തിലേക്ക് നയിച്ച് അവസാനം സാന്നിധ്യത്തിൽ ശാന്തമാക്കുന്ന
ആന്തരിക പ്രക്രിയയായി മാറുന്നു. പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമ്മുടെ പ്രാർത്ഥന എങ്ങനെ ആരംഭിക്കുന്നു എന്നതിൽ തന്നെ അതിൻ്റെ ആധികാരിക വളർച്ചയുടെ സ്വഭാവം വ്യക്തമാകും. പലപ്പോഴും നാം ദൈവത്തോട് അഭ്യർത്ഥിക്കുന്നത് ഒരു അത്യാവശ്യ സാഹചര്യത്തിന്റെ ഫലമായി മാത്രം, ജീവൻ സംരക്ഷിക്കാൻ, സുരക്ഷ നേടാൻ, അല്ലെങ്കിൽ പ്രതിസന്ധികളിൽ നിന്ന് രക്ഷപ്പെടാൻ. പക്ഷേ അവിടെ ഒരു സൂക്ഷ്മ കാര്യത്തെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നാം ദൈവത്തോട് അഭ്യർത്ഥിക്കുന്നത് ആവശ്യങ്ങൾക്കായി, സുരക്ഷയ്ക്കായി, ആസ്വദിക്കാൻ, പഠിക്കാൻ മാത്രമെങ്കിൽ പ്രാർത്ഥനയുടെ സാത്വിക വളർച്ച തടസ്സപ്പെടുന്നു. അതായത് പ്രാർത്ഥന വികാരങ്ങളുടെ പിടിയിലായി മാറുകയും അതിൻ്റെ ആഴത്തിലുള്ള ബോധ്യവും ദൈവാനുഭവവും ആത്മീയ ശാന്തിയും വളരാനുള്ള അവസരം നഷ്ടപ്പെടുകയും ചെയ്യുന്നു. അതിനാൽ വികാരങ്ങളെ ഉപരിതലത്തിൽ നിന്ന് തിരിച്ചറിയുകയും അവയെ മറികടന്ന് ബോധ്യത്തിനും സാന്നിധ്യത്തിനും നയിക്കുകയും ചെയ്യുന്നതിനാലാണ് സാത്വിക പ്രാർത്ഥനയുടെ സത്യമായ ലക്ഷ്യം. പ്രാർത്ഥന വികാരത്തിൽ തുടങ്ങാം, പക്ഷേ അവിടെ നിൽക്കണമെന്നില്ല. വികാരം, ബോധ്യം, സാന്നിധ്യം, ഇതാണ് ആത്മീയ വളർച്ചയുടെ ദിശ. സ്നേഹമുള്ളവരെ, ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. സ്വയം ചോദിക്കുക, എൻ്റെ പ്രാർത്ഥന വികാര വിക്ഷോഭം മാത്രമാണോ, അല്ലെങ്കിൽ സാന്നിധ്യത്തിലേക്ക് വളരാനുള്ള ഒരു തയ്യാറെടുപ്പോ? ഞാൻ ദൈവത്തിൻ്റെ മുമ്പിൽ വരുന്നത് കരയാനാണോ, അല്ലെങ്കിൽ മാറാനാണോ? ദൈവം വികാര വിസ്ഫോടനത്തിൻ്റെ ഇടം മാത്രമാണോ, ശാന്തിയുടെ സാന്നിധ്യം? പ്രാർത്ഥനയുടെ വളർച്ച വികാരം, ബോധ്യം, സാന്നിധ്യം, അത് വികാരത്തിൽ മാത്രം നിലനിൽക്കുന്നതല്ല, അതിനപ്പുറത്തേക്ക് നമ്മെ ക്ഷണിക്കുന്നു. അതാണ് യഥാർത്ഥ ധ്യാനയാത്ര. സാവധാനത്തിൽ നമ്മുടെ കണ്ണുകൾ നമ്മൾക്ക് തുറക്കാം. പ്രിയമുള്ളവരെ, അടുത്ത ഭാഗം 11 നമ്മൾ പഠിക്കുന്നത് റാഷണൽ ബ്രെയിൻ നമ്മുടെ പ്രാർത്ഥനയെ എങ്ങനെ രൂപപ്പെടുത്തുന്നു എന്നതാണ്. TH ടെമ്പിൾ ടു ഹോം മെഡിറ്റേഷൻ യാത്രയിൽ വീണ്ടും കാണാം. നന്ദി.